അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയത്തിന്റെ സുരക്ഷിത താവളമായി കണക്കാക്കപ്പെടുന്ന സ്വിറ്റ്സർലൻഡിൽ ആഗോള സമാധാനത്തിന് നിർണായകമായ ഒരു ചർച്ചാ മേശയ്ക്ക് ചുറ്റും അമേരിക്കയുടെയും ഇറാന്റെയും നയതന്ത്ര പ്രതിനിധികൾ ഒത്തുകൂടിയത് ചരിത്രപരമായ ഒരു ദൗത്യത്തിനായിരുന്നു. മിഡിൽ ഈസ്റ്റിലെയും ആഗോളതലത്തിലെയും സംഘർഷങ്ങൾക്ക് വിരാമമിടാൻ ലക്ഷ്യമിട്ടുള്ള ഈ അതീവ രഹസ്യവും ഉയർന്ന തലത്തിലുള്ളതുമായ സമാധാന ചർച്ചകളിൽ ലോകം വലിയ പ്രതീക്ഷകളാണ് വച്ചുപുലർത്തിയത്. എന്നാൽ അണിയറയിൽ ഈ ചർച്ചകളെ പൂർണ്ണമായും അട്ടിമറിക്കുവാനും ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് തള്ളിവിടാനും പോന്ന ഒരു ഭീകരമായ ഗൂഢാലോചന നടന്നിരുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രമുഖ അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയ നിരീക്ഷകനും വിശകലന വിദഗ്ധനുമായ പെപ്പെ എസ്കോബാർ പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് സ്വിറ്റ്സർലൻഡിലെ ഈ ചർച്ചാവേദിക്ക് തൊട്ടടുത്ത് വെച്ച് പാകിസ്ഥാൻ കരസേനാ മേധാവിയെ വധിക്കാൻ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ഒരു അതീവ രഹസ്യ ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു സമാധാന കരാറിലെത്തുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് കരുതുന്ന ശക്തികളാണ് ഈ കൊലപാതക പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് സൂചന. ഈ ചർച്ചകളിൽ ഒരു പ്രധാന മധ്യസ്ഥന്റെയോ അല്ലെങ്കിൽ സുപ്രധാന പങ്കാളിയുടെയോ റോളിൽ പാകിസ്ഥാൻ സൈനിക നേതൃത്വം സജീവമായി ഇടപെട്ടിരുന്ന സമയമായിരുന്നു ഈ നീക്കം. നയതന്ത്ര ലോകത്തെ മുഴുവൻ സ്തംഭിപ്പിച്ചു കളയുമായിരുന്ന ഈ കൊലപാതക പദ്ധതി പാകിസ്ഥാന്റെ സൈനിക രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അസാധാരണമായ ഇടപെടലിലൂടെയാണ് കൃത്യസമയത്ത് തടയാൻ സാധിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. മൊസാദിന്റെ നീക്കങ്ങളെയും അവരുടെ ഏജന്റുമാരുടെ ആശയവിനിമയങ്ങളെയും വളരെ തന്ത്രപരമായി നിരീക്ഷിച്ച പാകിസ്ഥാനും ഇറാന്റെ ഇന്റലിജൻസ് ഓപ്പറേഷൻ ഏജൻസിയും അത് മിനിറ്റുകൾക്കകം മാത്രം ബാക്കി നിൽക്കെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈ ഭീകരമായ ഗൂഢാലോചന അപ്പാടെ പൊളിച്ചടുക്കിയത് ഇറാന്റെ ഒറ്റ നിലപാടിലൂടെയാണ്. സ്വിസ് മണ്ണിൽ വെച്ച് ഒരു ആണവശക്തിയുടെ സൈനിക മേധാവിക്ക് നേരെ ആക്രമണം നടത്താനുള്ള നീക്കം അന്താരാഷ്ട്ര സുരക്ഷാ സംവിധാനങ്ങളെ പോലും ചോദ്യം ചെയ്യുന്നതായിരുന്നു. ഈ വധശ്രമം പരാജയപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ സൈനിക നേതൃത്വം ഇസ്രായേലിന് അതീവ ഗുരുതരവും ശക്തവുമായ ഒരു മുന്നറിയിപ്പ് നൽകിയതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കും എന്ന തരത്തിലുള്ള കടുത്ത സന്ദേശമാണ് ഇസ്ലാമാബാദിൽ നിന്നും ജെറുസലേമിലേക്ക് അയച്ചതെന്ന് നയതന്ത്ര വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ആണവ രാജ്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫിനെ തൊട്ടാൽ അതിന്റെ പ്രത്യാഘാതം ഭീകരമായിരിക്കുമെന്ന പാകിസ്ഥാന്റെ ഈ കടുത്ത നിലപാട് മൊസാദിനെ പെട്ടെന്ന് തന്നെ പ്രതിരോധത്തിലാക്കുകയും അവരുടെ ഏജന്റുമാരെ പിൻവലിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത്. പെപ്പെ എസ്കോബാറിന്റെ ഈ ഭീകരമായ വെളിപ്പെടുത്തൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും നയതന്ത്ര കാര്യാലയങ്ങളിലും ഇത് വലിയൊരു ഭൂകമ്പമായാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായും മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളിലെ നിർണായക പങ്കാളിയായും പാകിസ്ഥാൻ മാറിയതാണ് ഇസ്രായേലിനെ ചൊടിപ്പിച്ചതെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ധാരണയുണ്ടായാൽ അത് പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ ആധിപത്യം ഇല്ലാതാക്കുമെന്ന് മൊസാദ് ഭയപ്പെട്ടിരുന്നു. സ്വിറ്റ്സർലൻഡ് പോലുള്ള ഒരു നിഷ്പക്ഷ രാജ്യത്ത് വെച്ച് ഇത്തരം ഒരു അന്താരാഷ്ട്ര കൊലപാതകത്തിന് മൊസാദ് മുതിർന്നത് ആഗോള നയതന്ത്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ചരിത്രത്തിൽ പലപ്പോഴും തങ്ങളുടെ ശത്രുക്കളെ വിദേശ മണ്ണിൽ വെച്ച് വധിച്ചിട്ടുള്ള പാരമ്പര്യമാണ് മൊസാദിനുള്ളത്. എന്നാൽ ഒരു ആണവായുധ സമ്പന്നമായ ഒരു രാജ്യത്തിന്റെ സൈനിക മേധാവിയെ ലക്ഷ്യം വെച്ചുള്ള ഓപ്പറേഷൻ ഒരു വലിയ ആഗോള ദുരന്തത്തിന് കാരണമാകുമായിരുന്നു. ഈ നീക്കം പാളിയതോടെ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടായി ഇത് മാറിയിരിക്കുകയാണ്. അമേരിക്കൻ വിദേശ നയത്തെയും ട്രംപ് ഭരണകൂടത്തിന്റെ മിഡിൽ ഈസ്റ്റ് നയങ്ങളെയും പൂർണ്ണമായും അട്ടിമറിക്കുക എന്നതുകൂടി ഈ കൊലപാതക പ്ലാനിന്റെ ലക്ഷ്യമായിരുന്നു. ചർച്ചകളിൽ പങ്കെടുക്കുന്ന പ്രധാന വ്യക്തികളിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ ചർച്ചകൾ സ്വാഭാവികമായും തടയുകയും അതിന്റെ കുറ്റം ഇറാന്റെയോ അവരുടെ സഖ്യകക്ഷിയുടെയോ മേൽ ചാരുകയും ചെയ്യാമായിരുന്നു. ഇതിലൂടെ അമേരിക്കയെ വീണ്ടും ഒരു കടുത്ത യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഇസ്രായേലിന് സാധിക്കുകയും ചെയ്യും. എന്നാൽ ഈ ഓപ്പറേഷൻ അതിവിദഗ്ധമായാണ് ഇറാൻ പൊളിച്ചത്. ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സാമ്പത്തിക ബന്ധം സമീപകാലത്തായി വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമാബാദ് ധാരണാപത്രത്തിന് പിന്നിലും പാകിസ്ഥാന്റെ ശക്തമായ നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടായിരുന്നു. ഗൾഫ് മേഖലയിലെ സമാധാനത്തിന് പാകിസ്ഥാൻ നൽകുന്ന ഈ പിന്തുണയെ തകർക്കാൻ ഇറാന്റെ ശത്രുക്കൾ നിരന്തരം ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെയും അപകടകരവുമായ ഉദാഹരണമായാണ് സ്വിറ്റ്സർലൻഡിൽ അരങ്ങേറിയ ഈ നാടകീയ സംഭവങ്ങൾ. ഈ വധശ്രമം പരാജയപ്പെട്ട വാർത്ത സ്വിറ്റ്സർലൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളുടെ മേശപ്പുറത്തും വലിയ നിശബ്ദതയും ആശങ്കയും പടർത്തിയിട്ടുണ്ട്. അമേരിക്കൻ പ്രതിനിധികളും ഇറാന്റെ നയതന്ത്രജ്ഞരും ഈ വിവരം പറഞ്ഞ് ഞെട്ടിവിറച്ചതായാണ് റിപ്പോർട്ടുകൾ. നയതന്ത്രത്തിന്റെ പാത എത്രത്തോളം അപകടം നിറഞ്ഞതാണെന്നും ഒരു ചെറിയ പിഴവ് പോലും ലോകത്തെ എത്ര വലിയ വിനാശത്തിലേക്ക് നയിക്കാമെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഒരു വശത്ത് ഇത്തരം രഹസ്യ യുദ്ധങ്ങൾ നടക്കുന്നത് ഭൗമരാഷ്ട്രീയത്തിന്റെ ക്രൂരമായ യാഥാർത്ഥ്യമാണ്. പാകിസ്ഥാൻ സൈന്യത്തിന് അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിരോധ ശേഷിയും അവരുടെ ഇൻഫർമേഷൻ ശൃംഖലയുടെ കരുത്തും തെളിയിക്കുന്നതാണ് ഈ സംഭവം.
മൊസാദിനെ പോലെ ലോകത്തിലെ ഏറ്റവും മികച്ചതെന്ന് കരുതപ്പെടുന്ന ഒരു ചാരസംഘടനയുടെ ഡിജിറ്റൽ പാദമുദ്രകളും പദ്ധതികളും കണ്ടെത്താൻ ഇറാനും പാകിസ്ഥാനും കഴിഞ്ഞത് ആഗോള സൈനിക വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ സാങ്കേതിക വിദ്യകളെക്കാൾ മികച്ച രീതിയിൽ പാകിസ്ഥാനും ഇറാനും ഇൻ്റലിജൻസ് സംവിധാനം ഈ ഓപ്പറേഷൻ കണ്ടെത്താൻ സഹായിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. ഈ സംഭവത്തിന് ശേഷം ഇസ്രായേലും പാകിസ്ഥാനും തമ്മിലുള്ള അദൃശ്യമായ ശത്രുത പുതിയൊരു തലത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പരസ്യമായി നയതന്ത്ര ബന്ധങ്ങളില്ലാത്ത ഇരു രാജ്യങ്ങളും തമ്മിൽ അണിയറയിൽ കടുത്ത സൈനിക നീക്കങ്ങളാണ് നടത്തുന്നത്. ഇസ്രായേലിൻ്റെ ഏതു തരത്തിലുള്ള അധിനിവേശ ശ്രമങ്ങൾക്കും ആണവായുധ കരുത്തോടെ മറുപടി നൽകാൻ പാകിസ്ഥാൻ മടിക്കില്ലെന്ന സന്ദേശം ഈ സംഭവത്തിലൂടെ വ്യക്തമായി കഴിഞ്ഞു. ഇത് മിഡിൽ ഈസ്റ്റിലെയും ദക്ഷിണേഷ്യയിലെയും ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ പോന്നവയാണ്. അമേരിക്കയിലെ കടുത്ത ഇസ്രായേൽ അനുകൂല ലോബികൾ ഈ വാർത്ത പുറത്തു വരാതിരിക്കാൻ വലിയ രീതിയിൽ ശ്രമിച്ചതായും പെപ്പെ എസ്കോബാർ സൂചിപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഇസ്രായേൽ ഇത്തരമൊരു ഭീകരമായ നീക്കം നടത്തി എന്നത് പുറത്തറിഞ്ഞാൽ അത് ട്രംപ് ഭരണകൂടത്തിന് വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ വലിയ വാർത്തയെ പൂർണ്ണമായും മൂടിവെക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ സ്വതന്ത്ര നയതന്ത്ര വിശകലന വിദഗ്ധരിലൂടെ ഈ വിവരങ്ങൾ പുറം ലോകത്തേക്ക് എത്തുകയായിരുന്നു. ഈ സ്വിസ് ഓപ്പറേഷൻ്റെ പരാജയം മൊസാദിൻ്റെ ആഭ്യന്തര ഘടനയിലും വലിയ തർക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൃത്യമായ ആസൂത്രണമില്ലാതെ ഒരു ആണവ ശക്തിക്കെതിരെ നടത്തിയ ഈ നീക്കം വലിയൊരു ആത്മഹത്യാപരമായിരുന്നു എന്ന് ഇസ്രായേലി അകത്തെ പല മുതിർന്ന ഉദ്യോഗസ്ഥരും കരുതുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ കടുത്ത പ്രതികരണം ഇസ്രായേൽ ഭരണകൂടത്തെ പോലും ഭയപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തങ്ങളുടെ വിദേശ ഏജന്റുകളെ സംരക്ഷിക്കാൻ മൊസാദ് പുതിയ യന്ത്രങ്ങൾ തന്നെ ആവിഷ്കരിക്കേണ്ടി വരും. ആഗോള രാഷ്ട്രീയത്തിൽ സമാധാന ചർച്ചകളും വൻ ദുരന്തങ്ങളും തമ്മിൽ എത്രമാത്രം നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് ഈ സംഭവം കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. ഒരു വശത്ത് കൂട്ടിട്ട നയതന്ത്രജ്ഞർ കൈകൊടുക്കുമ്പോൾ മറുവശത്ത് തോക്കേന്ത്യ ചാരന്മാർ പരസ്പരം വേട്ടയാടുകയാണ്. മിഡിൽ ഈസ്റ്റിലെ സമാധാനം എന്നത് എത്രത്തോളം ദുർബലമായ ഒരു അടിത്തറയിലാണ് നിൽക്കുന്നത് എന്നതിൻ്റെ തെളിവാണിത്. ബാഹ്യശക്തികളുടെ ഇത്തരം അട്ടിമറി ശ്രമങ്ങളെ അതിജീവിച്ചാൽ മാത്രമേ ഏതൊരു കരാറിനും ഇനി നിലനിൽപ്പുണ്ടാകൂ. ഇറാൻ തങ്ങളുടെ സഖ്യകക്ഷിയായ പാകിസ്ഥാന് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായാണ് വിവരം. സ്വന്തം സൈനിക മേധാവിയുടെ ജീവൻ പണയപ്പെടുത്തിയും സമാധാന കരാറിനായി നിലകൊണ്ട പാകിസ്ഥാന്റെ നിലപാടിനെ ടെഹ്റാൻ അങ്ങേയറ്റം ബഹുമാനത്തോടെയാണ് കാണുന്നത്. ഇത് ഇസ്ലാമാബാദും ടെഹ്റാനും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും. വരും നാളുകളിൽ ഈ രണ്ട് രാജ്യങ്ങളും ചേർന്ന് മിഡിൽ ഈസ്റ്റിൽ പുതിയൊരു പ്രതിരോധ സഖ്യം രൂപീകരിക്കാനും സാധ്യതയുണ്ട്. സ്വിറ്റ്സർലൻഡ് ഭരണകൂടവും ഈ സംഭവത്തെക്കുറിച്ച് അതീവ രഹസ്യമായി അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് സൂചനകൾ. തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും സുരക്ഷിതത്വത്തെയും അന്താരാഷ്ട്ര ചർച്ചകൾക്കുള്ള നിഷ്പക്ഷ വേദി എന്ന പദവിയെയും ഇല്ലാതാക്കുന്ന ഇത്തരം ചാരപ്രവർത്തികളെ സ്വിസ് സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഭാവിയിൽ ഇത്തരം ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ കർശനമാക്കാൻ സ്വിസ് അധികൃതർ നിർബന്ധിതരാകും. ഈ വെളിപ്പെടുത്തലുകൾ പൂർണ്ണമായും സത്യമാണെങ്കിൽ അത് അന്താരാഷ്ട്ര സുരക്ഷാ ഏജൻസികളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് പരാജയങ്ങളിലൊന്നാണ്. മൊസാദിൻ്റെ അജയ്യത എന്ന മിഥ്യാധാരണ ഇതിലൂടെ പൂർണ്ണമായും തകർക്കപ്പെട്ടിരിക്കുന്നു. കൃത്യമായ വിവരശേഖരണത്തിലൂടെയും സമയബന്ധിതമായ നീക്കങ്ങളിലൂടെയും ഏത് വലിയ ശക്തിയെയും തളയ്ക്കാൻ കഴിയുമെന്നാണ് പാകിസ്ഥാൻ ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് മൂന്നാം ലോക രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ ഏജൻസിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പെപ്പെ എസ്കോബാർ നൽകുന്ന സൂചന. ഈ വധശ്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ച മൊസാദ് ഏജന്റുമാരുടെ വിവരങ്ങളും അവർക്ക് സ്വിറ്റ്സർലാൻഡിൽ ലഭിച്ച പ്രാദേശിക സഹായങ്ങളെക്കുറിച്ചുമുള്ള രേഖകൾ പാകിസ്ഥാൻ്റെ പക്കലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ രേഖകൾ അന്താരാഷ്ട്ര വേദിയിൽ പുറത്തുവിട്ടാൽ അത് ഇസ്രായേലിന് വലിയ നയതന്ത്ര പ്രതിസന്ധി സൃഷ്ടിക്കും. സ്വിറ്റ്സർലൻഡിലെ ആ അടച്ചിട്ട മുറികൾക്കുള്ളിൽ നടന്നത് കേവലം ഒരു സമാധാന ചർച്ചയായിരുന്നില്ല, മറിച്ച് ലോകത്തിൻ്റെ വിധി നിശ്ചയിക്കുന്ന വലിയൊരു യുദ്ധം തന്നെയായിരുന്നു. മൊസാദ് ആസൂത്രണം ചെയ്ത കൊലപാതക പദ്ധതി പാകിസ്ഥാൻ തകർത്തത് ആഗോള സമാധാന ചരിത്രത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്.